നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡ്രൈനസ്സും അതേപോലെ റിങ്കിൾസും ഒക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ഹോം റെമഡി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കമൻറ്റ്. അപ്പം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ ചുളിവുകൾ പെട്ടെന്ന് മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ കേട്ടോ. ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്രയ്ക്ക് ചേഞ്ച് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ കിച്ചണിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ടാൻ റിമൂവ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ട തക്കാളിയാണ്. തക്കാളി നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കിൻ നന്നായിട്ട് യങ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് വരണം. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കോഫി പൗഡറാണ്. ഒരു 1/2 സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. പാലെടുക്കുമ്പോൾ തിളപ്പിക്കാത്ത പാലെടുക്കുക. അപ്പം ഞാൻ 1 സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയിലായി പോകും കേട്ടോ. അതുകൊണ്ട് 1 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യണം. മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ പെട്ടെന്ന് മാറാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. നമ്മുടെ ഫേസിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഗോതമ്പ് പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമ്മുടെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം. നമ്മൾ മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിലൊന്നും ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കണമെങ്കിൽ ഈ ഒരു പാക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് പറ്റില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യണം. മോർണിംഗിൽ സ്കിൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നൈറ്റിലും ചെയ്യുക.
എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.